രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ കർശനമായ നടപടികളുമായി മുന്നോട്ട് വരികയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് സ്വയം തയ്യാറായി മാതൃക കാട്ടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ധന വിപണിയെ ബാധിച്ച പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ നിർണായക നീക്കം. രാജ്യം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിയിൽ ഭരണാധികാരി എന്ന നിലയിൽ വലിയൊരു മാതൃകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള ഇന്ധന വിപണിയെ ബാധിച്ച പശ്ചാത്തലത്തിൽ തന്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിന്റെ വലിപ്പം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ അദ്ദേഹം ഔദ്യോഗികമായ നിർദ്ദേശം നൽകുകയായിരുന്നു. സാധാരണയായി ഒരു പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും പതിവില്ലാത്തതാണ്. എന്നാൽ ഇവിടെ സുരക്ഷ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ധന ലാഭം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉടൻ തന്നെ നടപടികൾ ആരംഭിച്ചു. സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയാക്കും. രാജ്യത്ത് പെട്രോൾ ഡീസൽ ഉപഭോഗം കുറയ്ക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി സ്വന്തം നിലയ്ക്ക് ഈ തീരുമാനം നടപ്പിലാക്കിയത്. വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് SPG വൃത്തങ്ങൾ അറിയിച്ചു. അനാവശ്യമായ വിദേശ യാത്രകൾ ഒഴിവാക്കാനും ഇന്ധന ലാഭത്തിനായി മറ്റു മാർഗങ്ങൾ തേടാനും അദ്ദേഹം നേരത്തെ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരുന്നു. പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നു എന്ന സന്ദേശമാണ് തന്റെ വാഹന വ്യൂഹം വെട്ടിക്കുറച്ചതിലൂടെ പ്രധാനമന്ത്രി നൽകുന്നത്. ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ ഭരണകൂടം തയ്യാറാണെന്ന കൃത്യമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ നീക്കം മറ്റു സർക്കാർ വകുപ്പുകളിലും സുരക്ഷാ വിഭാഗങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവെപ്പാണിത്. വാഹനങ്ങളുടെ എണ്ണം പകുതിയാക്കി കുറയ്ക്കുക എന്നതൊരു താൽക്കാലിക നടപടിയല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. സുരക്ഷാ വ്യൂഹത്തിൽ പരമാവധി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി SPGക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഡംബരത്തിനോ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനോ മുൻഗണന നൽകാതെ നിലവിലുള്ള സംവിധാനങ്ങളെ പരിഷ്കരിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുരക്ഷാ വ്യൂഹത്തിനായി പുതിയ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ വാങ്ങുന്നതിന് പകരം നിലവിലുള്ള വാഹനങ്ങളെ ഇലക്ട്രിക് സംവിധാനത്തിലേക്ക് മാറ്റാനാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. സർക്കാർ തലത്തിൽ മാത്രമല്ല വ്യക്തിഗത തലത്തിലും ഇന്ധനം ഉപയോഗം കുറയ്ക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സാധ്യമാകുന്ന ഇടങ്ങളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതി പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അനാവശ്യമായ വിദേശ യാത്രകൾ ഒഴിവാക്കി വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോടും ജനങ്ങളോടും അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശം കേവലം പ്രസംഗത്തിൽ ഒതുങ്ങുന്നതല്ല. രാജ്യത്തിന്റെ ഊർജ്ജ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാനും പ്രായോഗികമായ ഒരു ചുവടുവെപ്പാണിത്. പ്രധാനമന്ത്രിയുടെ ഈ നീക്കം രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിപണിക്ക് പുതിയൊരു ഉണർവ് നൽകുമെന്ന് ഉറപ്പാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സാങ്കേതിക വിദ്യയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നതിന്റെ ഉദാഹരണമാണിത്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള ഈ മാറ്റം ഇന്ധന ലാഭത്തോടൊപ്പം വായുമലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. പ്രധാനമന്ത്രിയുടെ ഈ പരിഷ്കാരങ്ങൾ വരും ദിവസങ്ങളിൽ മറ്റു മന്ത്രാലയങ്ങളും ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മാതൃക പിന്തുടർന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാജസ്ഥാൻ മുഖ്യമന്ത്രിയും തങ്ങളുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ചുരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമായി മറ്റു ചില സുപ്രധാന തീരുമാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യുദ്ധ സാഹചര്യങ്ങളിൽ ആഗോള വിപണിയെ ബാധിക്കുമ്പോൾ രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തീരുമാനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ നീക്കം മറ്റ് സംസ്ഥാനങ്ങൾക്കും വലിയൊരു സന്ദേശമാണ് നൽകുന്നത്.